50 റുപ്പീസോ? കവറിന് 50 റുപ്പീസ്. അവിടെ 200, ഞങ്ങളുടെ അവിടെയൊക്കെ 200 രൂപയ്ക്ക് ഈ സാധനം കൊടുക്കുന്നത്. ഇവിടെ 50 രൂപയ്ക്കാണ് കൈസ് അത് കൊടുത്തത്. 50 രൂപയ്ക്കാണ് അവിടെ കവറും അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഒട്ടിക്കത്തില്ലേ, അതെല്ലാം 50 രൂപയ്ക്കാണ്. നമ്മുടെ അവിടെയൊക്കെ 250 രൂപ, 150 രൂപ. ആലോചിച്ച് നോക്കി. 400 രൂപയുടെ ജാക്കറ്റാണ് കേട്ടോ നിങ്ങൾ ഈ കാണുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി നേരെ ഇനി നടക്കാനുള്ള ഇനി നമ്മൾ നേരെ ഇനി നമ്മൾ വന്ന CST, അതായത് ഛത്രപതി ശിവാജി ടെർമിനലിൽ അങ്ങാട് നമ്മൾ നടക്കേണ്ട. പിന്നെ ഒരു സ്ട്രീറ്റ്, ഇന്നത്തെ ഇതിനകത്ത് നമ്മളൊരു മുംബൈയുടെ ഒരു സ്ട്രീറ്റ് കാഴ്ചകളാണ്, പകലുള്ള സ്ട്രീറ്റ് കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണം. വേണ്ടത്ര പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ. ചൂടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. യൂണിവേഴ്സിറ്റി ചൂട് നല്ല രീതിയിലുണ്ട് കേട്ടോ അവിടെ. ഞാൻ നോക്കിയ ബിൽഡിങ് നോക്കി അങ്ങാട് അങ്ങാടാണ് നടക്കുന്നത്. ഇതൊക്കെ പണ്ട് കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ബിൽഡിങ്സ് ആണ് കാണാൻ. കൺസ്ട്രക്ഷൻ നോക്കി അതിൻ്റെ കരിങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് തോന്നുന്നു കംപ്ലീറ്റ് അല്ലേ കൺസ്ട്രക്ഷൻ. കരിങ്കല്ലല്ലേ ബ്രിക്സ് ആയിട്ട് യൂസ് ചെയ്തേക്കണുണ്ടോ? ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഓഫീസ്. ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ഇപ്പോൾ ഇങ്ങനത്തെ പണ്ട് ഉപയോഗിച്ചിരുന്ന, അതായത് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ഈ ഭാഗം മുംബൈയും ഒരു പ്രൊവിൻസ് ആയിരുന്നു, അതേപോലെ തന്നെ മദ്രാസ്, അതേപോലെ തന്നെ കൊൽക്കത്ത, ഈ 3 പ്രൊവിൻസ് ആയിരുന്നു ആദ്യം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റലുകൾ എന്ന് വേണമെങ്കിൽ പറയാം പ്രൊവിൻസസിൻ്റെ എന്ന് പറയുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 3 സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവിടെയുള്ള നിർമ്മിതികളും അതനുസരിച്ച് കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഒരുപാടധികം നിർമ്മിതികൾ ഈ നമ്മുടെ ഈ മുംബൈയിലും അതേപോലെ കൊൽക്കത്തയിലും മദ്രാസിലും ഉണ്ട്. അതിപ്പോഴും നമ്മൾ ഗവൺമെൻറ് ഓഫീസുകളായിട്ടും ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ അകത്താണെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അന്നത്തെ കൺസ്ട്രക്ഷൻസ് ഇപ്പോഴും നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് ഒരു ഇതില്ലാതെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ വഴി നേരെ നടക്കും. നേരെ അങ്ങോട്ട് നടന്ന് നമ്മൾ ഈ വഴി നേരെ അങ്ങോട്ട് നടക്കണം കേട്ടോ. ഇനി CSTയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാ ലൈഫ് കാര്യങ്ങളും ഇനിപോലെ ഫുഡ് കഴിക്കണം അല്ലേ. പിന്നെ ഇവിടെ ചെന്നിട്ടൊരു ഇടയ്ക്ക് ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. ഞാൻ അവിടെ നിന്ന് CST ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റ് ഏരിയയിലോടും കാര്യങ്ങളൊക്കെ പോകും. അതൊക്കെ ഞാൻ ഇതിനകത്ത് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എക്സ്പെൻ നിങ്ങനെ കണ്ടോ, നേരെ കാണുന്നുണ്ടോ, നേവൽ ഡോക്യാർഡിൻ്റെ ഒരു ബിൽഡിങ് അത്. അതായത് നിർമ്മിച്ചത് 1735-ലാണ്. 1735 നിർമ്മിച്ച ഒരു ബിൽഡിങ്ങാണ് നിങ്ങളെ കാണാനായിട്ട് കാണുന്നത്. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും യൂസ് ചെയ്യുന്നല്ലേ. ഗവൺമെൻറ് ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ളൊരു നല്ലൊരു കാര്യമാണത്. ഇതൊരു വിക്രാന്തിൻ്റെ ഒരു മിനിയേച്ചറാണ് വെച്ചേക്കുന്നത് കേട്ടോ. വിക്രാന്തിൻ്റെ വിക്രാന്താണല്ലോ. ഡീകമ്മീഷൻ ഉണ്ട്, ഡീകമ്മീഷൻ ചെയ്തേക്കുന്നുണ്ടോ ഉണ്ടോ. ഇതിൻ്റെ സിറ്റിയുടെ വേറൊരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നേവൽ ഡോക്യാർഡിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത് നിങ്ങൾ. ഈ ബിൽഡിങ് നേരെ ഞങ്ങൾ നടക്കണം. പിന്നെ അവിടെ നേരെ അങ്ങോട്ട് പോകണം. ഇനി ഏഷ്യാറ്റിക് സൊസൈറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണും കേട്ടോ. ഇത് കാണണം കേട്ടോ. ഈ ബിൽഡിങ് നിങ്ങൾ എന്തെങ്കിലും ഈ ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇതാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി. ഏഷ്യാറ്റിക് സൊസൈറ്റി മുംബൈയിലെ ഇതാണ്. 1804-ലാണ് ഇത് പണിത്. ഇപ്പോൾ ഇത് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ആയിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ നമ്മൾ പണ്ട് കാലത്ത് ഇത് ചെയ്തതാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അതിനൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഞാനിതിനകത്ത് പറയാനായിട്ട്, അതായത് പണ്ട് കാലത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത്
ഇവിടുത്തെ ഇൻസ്ക്രിപ്ഷൻ, അതായത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് ഹിന്ദു മതം അങ്ങനത്തെ ഇതായിരുന്നു. അതേപോലെ തന്നെ ജൈന മതം, ബുദ്ധമതം കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവരായിരുന്നു. പക്ഷേ ഇത്തരം മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റികളോ ഒന്നും തന്നെ ബ്രിട്ടീഷുകാർക്ക് അറിയാൻ പാടില്ലായിരുന്നു. നമ്മുടെ ലിവിങ് സ്റ്റൈലോ അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ലിവിങ് സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മതങ്ങളെ പറ്റി പഠിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലിവിങ് ഇതൊക്കെ നടക്കുന്നത്, അതൊക്കെ എല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്താണ് ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് മുംബൈയിലും ഉണ്ട്, അതേപോലെ തന്നെ കൊൽക്കത്തയിലും ഉണ്ട്, അതേപോലെ തന്നെ മദ്രാസിലും ഇതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. ഫസ്റ്റ് ഇവിടെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യനെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ആദ്യം ബ്രിട്ടീഷുകാർ വന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നീട് നമ്മുടെ ബാറ്റിൽ ഓഫ് പ്ലാസിയും അതേപോലെ തന്നെ ബക്സറും കഴിഞ്ഞതിന് ശേഷം അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് ബ്രിട്ടീഷുകാർ കടന്നു. അപ്പോൾ കടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ആക്റ്റുകളോ ലോസുകളോ ഒന്നും തന്നെ ഇവർക്കറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇന്ത്യക്കാരെ ഭരിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ, എന്താ പറയുക, അവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഇതേപോലെയുള്ള ഇൻസ്ക്രിപ്ഷൻസും അതേപോലെ തന്നെ ഈ മതപരമായിട്ടുള്ള ബുക്കുകളായിക്കോട്ടെ, ഗ്രന്ഥങ്ങളായിക്കോട്ടെ, അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് വന്നപ്പോൾ ആ ഒരു റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അന്ന് ഏഷ്യാറ്റിക് സൊസൈറ്റി രൂപീകരിച്ചതെന്നാണ് പറയുന്നത്. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. പക്ഷേ പണ്ട് നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് ഒരു വലിയൊരു പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതഗ്രന്ഥങ്ങളുമായിട്ട് അവർ കൂടുതൽ ഇണങ്ങാണ്, അല്ലെങ്കിൽ മതങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ കുറേ നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിലും ഈ ഇൻഡയറക്റ്റ്ലി ഇവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, അതായത് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഗ്രന്ഥങ്ങൾ പഠിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഇവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി. അതിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹെൽപ്പ് ചെയ്യാം. സ്ട്രീറ്റിൽ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അടുത്ത ഏഷ്യാറ്റിക് സൊസൈറ്റിയൊക്കെ കഴിഞ്ഞു, പിന്നെ അടുത്ത ഏരിയയിലേക്ക് എത്തിക്കണം. ഇവിടെ LICയുടെ ഒക്കെ ടെർമിനൽ അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഹെഡ് ഓഫീസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ക്രോസ് ചെയ്ത് നേരെ പോകണം. എനിക്ക് പണ്ടത്തെ ബിൽഡിംഗ് കൂടി ക്ലോക്ക് സിസ്റ്റമാണ് കാണേണ്ടത്. ഇത് ബോംബെയിലെ ഒരു സ്ട്രീറ്റിൻ്റെ നടക്കണം കേട്ടോ. ഒരുപാട് ഇവിടെ സൈഡിൽ തന്നെ നിരവധി വണ്ടികൾ, അതേപോലെ തന്നെ കച്ചവടക്കാരൊക്കെ ഇവിടെ സൈഡിലുണ്ട്. കച്ചവടക്കാരും കാര്യങ്ങളും ഇവിടെ ഇരിക്കുകയാണ്. മൊബൈലിൻ്റെ കവറിൻ്റെ ഷോപ്സും കാര്യങ്ങളുണ്ട്. ഒരു കവർ 50 റുപ്പീസോ, കവറിന് 50 റുപ്പീസ്. അവിടെ 200, ഞങ്ങളുടെ അവിടെയൊക്കെ 200 രൂപയ്ക്ക് ഈ സാധനം കൊടുക്കുന്നത്. ഇവിടെ 50 രൂപയ്ക്കാണ് കൈസ കൊടുത്തത്. 50 രൂപയ്ക്കാണ് അവിടെ കവറും അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഒട്ടിക്കത്തില്ലേ, അതെല്ലാം 50 രൂപയ്ക്കാണ്. നമ്മുടെ അവിടെയൊക്കെ 250 രൂപ, 150 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഒരുപാട് മൊബൈൽ ഷോപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങോട്ട് ലൈൻസും കാര്യങ്ങളും ഇവിടെയാണ് കേട്ടോ. അപ്പം നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. കാര്യങ്ങളും ഒരു പലഹാരങ്ങളൊക്കെ പലഹാര സാധനങ്ങൾ, അതേപോലെ തന്നെ കുറേ സ്റ്റേഷനറി ഐറ്റംസ്, ഡ്രസ്സിൻ്റെ സ്ഥലങ്ങൾ, ഫോണ്,
ആക്സസറീസിൻ്റെ ഷോപ്സുകൾ ഇഷ്ടംപോലെ. ഇവിടെ ഒരുപാട് ഇതൊക്കെ ഉണ്ടോ മാർക്കറ്റ്, പലചരക്ക് സംഭവങ്ങൾ, ഒരുപാട് ഷോപ്സ് അപ്പുറപ്പുറമായിട്ട്. കൺജസ്റ്റഡ് ആണല്ലേ സിറ്റി ഫുള്ള് കൺജസ്റ്റഡാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നോക്കി. ഒരു ഹോട്ടലിലേക്ക് പോകാൻ പോയിട്ട് മലയാളി ഹോട്ടലിലേക്കാണ് പോകുന്നത്. അകത്തേക്കൂടെ പോകുന്നത്. അകത്തേക്കൂടി നമ്മൾ ഫുഡ് കഴിക്കണ്ട. ചോറാണ് മേടിച്ചത്. ഇപ്പോൾ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മീൻചാറ്, അതേപോലെ തന്നെ ഇതെന്താ ദാലും പിന്നെ അതേപോലെ തന്നെ കുറച്ച് മീൻ്റെ തന്നെയാണ് ഐറ്റംസ് തന്നെയാണ്. പപ്പടം, അച്ചാറ്, ചമ്മന്തി, കായക്കറി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. ആകെ ഇഷ്ടം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടാ. പിന്നെ അടുത്ത എനിക്ക് ജാക്കറ്റിന് കുറച്ച് സാധനങ്ങൾക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ഏരിയയിലേക്ക് കണ്ടാൽ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നത് മാർക്കറ്റിൻ്റെ വേറൊരു സൈഡാണ്. നേരല്ലേ മോനോക്ക് നേരാണ്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ടൗണിൻ്റെ വേറൊരു ഭാഗത്തേക്ക് ഇതിലുണ്ട് കണ്ടോ, സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ മേടിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഗൈസ്, അവിടെ കണ്ട ഇതൊക്കെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ നോക്കി ഒരു ഇതാണ് കേട്ടോ, അത് കാണുന്നത് ചർച്ച് ബിൽഡിംഗ് ആണ് കേട്ടോ നിങ്ങളാ നേരത്തെ കാണുന്നത്. അതും ഇതേപോലെ തന്നെ അവിടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിലെ സിറ്റി കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ജാക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. നോക്കണം നോക്കുന്നത്. ഒരുപാട് ഇതുണ്ട് ഇവിടെ. ജാക്കറ്റ് സാധനങ്ങളൊക്കെ വില കുറഞ്ഞ് കിട്ടുന്ന മാർക്കറ്റാണ് ഈ കാണുന്നത് കണ്ടോ. कितना है? 400 आओ जैकेट में आओ, बारी में आओ, इधर आओ। खाना खाने के आ रहा हो अरे मरनी വെറുതെ 400 രൂപയുടെ ജാക്കറ്റാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നോണ്ടിരിക്കുന്നത് കണ്ടോ. എത്ര രൂപയാണെന്നുള്ളതാണ്. ഇതിനൊക്കെ എത്രയാ? എല്ലാം 400. എല്ലാം 400 കേട്ടോ. ഏതെടുത്താലും 400. ഞാനുണ്ട് നോക്ക്. അല്ലേ इसको रख दे भाई, इसको रख दे. देखने इसको रख दो, वैसे गिरता रहेगा वो लकड़ी. इसको रख दो आराम से, दोनों हाथ से देखो जो चाहिए. हाँ वीडियो बन रहे മേടിച്ചിട്ടുണ്ട് കേട്ടോ. 400 റുപ്പീസാ പെർ ഇത് 400. ഞാൻ ഒരെണ്ണം ഒരു ഇത് മേടിച്ചിട്ടാ കൈസ് നോക്കി.
400 രൂപയാണ്. 400 രൂപയാണ്. ഈ നോക്കി ഇതിൻ്റെ ജാക്കറ്റിൻ്റെ ഇത് നോക്കി ഉണ്ടോ ഇതിൻ്റെ സോക്സും കാര്യങ്ങളെല്ലാം ഉണ്ടോ ഇവിടെ നോക്കി. ഗ്ലൗസ് മേടിക്കാനായിട്ട് നോക്കണം. ഗ്ലൗസ് പറഞ്ഞാൽ നോക്കണം. അതിന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് 150 രൂപ കേട്ടോ ഈ ഗ്ലൗവിന്. 150 രൂപയാണ്. പിന്നെ അടുത്ത ഗ്ലൗവും അവിടെ കിട്ടിയില്ല. അവിടെ ഭയങ്കര എത്രയും രൂപ വരില്ലെന്നാണ് പറയുന്നത്. ഇത് കിട്ടുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ജാക്കറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊന്നും ഇവിടെ സെയിം റേറ്റ് ആണ്. ഇവിടെയും 150 രൂപയാണ് കേട്ടോ പറയുന്നത്. കളർ ചേഞ്ച് ഉണ്ട് അതിൻ്റെ അത് വേണമെങ്കിൽ. ഞാനിപ്പോൾ കണ്ടിട്ട് ഒരു ഗ്ലൗ മേടിച്ചിട്ടാണ്. ഗ്ലൗസ് ഇത് മേടിച്ചു. പിന്നെ അതേപോലെ തന്നെ ഒരു ഇതിൻ്റെ അകത്തിടുന്ന 2 ഇതും കിട്ടിയിട്ടോ. ഇത് 250 രൂപ 2 കിട്ടി. പിന്നെ വില കൂടുതലാണ്. എന്നാലും സംഭവം ഞാൻ മേടിച്ചു. എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് വേറെ കിട്ടാനും വഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഇതും കിട്ടും. സെക്ടറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ എല്ലാം കേട്ടോ. സെക്ടറും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി മേടിച്ചു. കാരണം വെച്ചാൽ തണുപ്പ് അവിടെ ചെല്ലുമ്പോഴേക്കും ഭയങ്കരമായിട്ട് തണുപ്പായിരിക്കുള്ളൂ. ഡൽഹിയിലേക്കൊക്കെ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ അടുത്ത യാത്ര അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആഗ്രയിലും ആ ഭാഗത്തോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തണുപ്പിൻ്റെ ഇത് നോക്കിയിട്ട് വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് മേടിച്ചേക്കുന്നത്. ഇതിന് ആയത് 600 റുപ്പീസാണ് ഇതിനായത്. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ വില കുറവിന് നിങ്ങൾക്ക് വില പേശി മേടിച്ചാൽ മതി. നമ്മൾ സാധാരണ മറ്റേ എറണാകുളത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ വില പേശി മേടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വില പേശി മേടിക്കാൻ പറ്റും കേട്ടോ. ചിത്രരഞ്ജന വാജിയുടെ നമ്മൾ നേരെ CST നമ്മൾ നേരെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ബാക്ക് ടു എന്താ പറയുക നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് നമ്മൾ. ഇപ്പോൾ ഞാനിപ്പോൾ ലോക്കൽ ട്രെയിനിൽ കഴിഞ്ഞ ദിവസം നേരത്തെ കാണിച്ച അവിടെ വന്ന് നിൽക്കണേ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ ഇതുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈ മെട്രോയിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അതേപോലെ തന്നെ ലോക്കൽ സ്റ്റേഷനിലൊക്കെ ഇതേപോലെ എടുക്കണ ഇതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ട് പോകണ്ട, അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ പോയി നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് എത്തി. പിന്നെ നേരെ നമ്മുടെ GTB നഗർ ബാക്കിലേക്ക് അവിടെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ കേട്ടോ. തിരിച്ചാൽ 7 സീറ്റ് സീനിയർ സിറ്റിസൺ അപ്പാർട്ട്മെന്റ്. കഴിച്ചതുണ്ടോ തിരക്കാണ്ടോ ഭയങ്കര ട്രെയിനിൽ. ഇത് ഇത്ര നേരം നിൽക്കായിരുന്നു. സ്റ്റോപ്പ് എത്തിയപ്പോൾ നിൽക്കണം കേട്ടോ. എല്ലായിടത്തും നോക്കി ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ്സാണ്. സെക്കൻഡ് ക്ലാസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇറങ്ങി സ്റ്റോപ്പിലെത്താറായി ഇറങ്ങിയിട്ട് അതേ സമയം തിരിച്ച് GTB നഗറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങി ഇപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയുള്ളൂ. പിന്നെ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഈ നൈറ്റ് വിഷ്വൽസും കൂടി നമ്മൾ പറ്റുകയാണെങ്കിൽ അതും കൂടി ഒന്ന് എടുക്കും. അപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ കണ്ടോ GTB നഗർ. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെയാണ്. അപ്പോൾ കാശ് ഞാൻ ഇവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇനി അടുത്തത് നാളെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. റെയിൽവേ സ്റ്റേഷനിലോട് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ യാത്ര നമ്മൾ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസം
പുതിയ സ്ഥലത്തേക്ക് പുതിയ സ്ഥലങ്ങളിൽ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ.